वी आर हियर नाउ एंड विल टेक केयर ऑफ एवरीथिंग, डोंट वरी। टाइम लगेगा, आपके सपोर्ट से टाइम लगेगा, सब लोग एक साथ आओगे तो प्रॉब्लम आएगी। वी आर हियर, आई एम रिस्पॉन्सिबल, आई एम गोइंग टू बी विद यू हियर, डोंट वरी। ആഭ്യന്തര കലാപം നടക്കുന്ന സുഡാനിൽ നിന്ന് ഇന്ത്യൻ റെസ്ക്യൂ ഓപ്പറേഷൻ കാവേരി 360 ഇന്ത്യക്കാരെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്തി ഡൽഹിയിലെത്തിച്ചു. സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിൽ വിദേശ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഒരു 72 മണിക്കൂർ വെടിനിർത്തൽ ആഭ്യന്തര കലാപകാരികൾ പ്രഖ്യാപിച്ചപ്പോഴാണിത്. സൗദി അറേബ്യയുമായി ഇന്ത്യ ചർച്ച നടത്തി സുഡാനിലെ എല്ലാ ഇന്ത്യക്കാരെയും ജിദ്ദ വഴിയാണ് ഇന്ത്യയിൽ എത്തിച്ചത്. സൗദിയിലെത്തിയ ഇന്ത്യക്കാരോട് സൗദിയിലെ ഇന്ത്യൻ ഡിഫൻസ് അറ്റാഷെ കേണൽ GS ഗ്രേവാൾ സംസാരിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായിരിക്കുകയാണ്. ദേശീയത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്, അല്ലാതെ അന്യനെ അപകടവൽക്കരിക്കുന്നതും ദ്രോഹിക്കുന്നതും വെറുപ്പ് പ്രചരിപ്പിക്കുന്നതും പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നതും ഒന്നുമല്ല ദേശീയത. Safety, security ka, we had a very, tough time, you all of you with your families coming here. But trust me, from this moment onwards, you have reached here. All of you will reach back safely home. That is our job, അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബവുമായി ഇവിടം വരെ എത്തി. സുരക്ഷയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ടഫ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെയുള്ള എല്ലാ ഇന്ത്യക്കാരെയും സുരക്ഷിതരായി തന്നെ ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കും. കേണലിന് നന്ദി പറഞ്ഞുകൊണ്ട് ജനം ഇത് കേൾക്കുമ്പോൾ വന്ദേ മാതരം ഭാരത് മാതാ കി ജയ് എന്ന് ആർത്ത് വിളിക്കുന്ന വീഡിയോയിൽ കാണാം. അതാണ് മക്കളെ ദേശീയത. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. ഷിപ്പുകളും വിമാനങ്ങളും ഒക്കെ ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഇവിടെ നിന്ന് പോകും. എല്ലാവരും പോയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് മാറുകയുള്ളൂ. കേണൽ പ്രവാസികൾക്ക് ഉറപ്പ് കൊടുക്കുന്ന വീഡിയോ ആണിത്. സ്ത്രീകളും കുട്ടികളും ശാരീരിക അസുഖമുള്ളവരെയുമായിരിക്കും ആദ്യം ഇവിടെ നിന്ന് കയറ്റിവിടുന്നത്. എല്ലാവർക്കുമുള്ള ഭക്ഷണം, കുടിവെള്ളം, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ആരും ധൃതി കൂട്ടരുത്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ആരും പാനിക് ആവരുത്, ഡോൺ വറി. ഒരു ആദ്യ വിമാനം വരും, ആളുകൾ കുറവാണ്, ജനുവിനായ കാരണമുള്ളവരെ പക്ഷെ ഞാൻ അതിൽ കയറ്റിവിടും. അതിൽ ആരും തർക്കിക്കരുത് എന്നോട്. പിന്നിൽ എത്ര പേരുണ്ടെന്ന് ഇനിയും നമുക്കറിയില്ല, എത്ര പേർ വരാനുണ്ടെന്ന് അറിയില്ല. എല്ലാവരെയും കയറ്റിവിടണം. അതുകൊണ്ട് പാസ്പോർട്ട് ഉള്ളവർ വരൂ എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വന്നിരിക്കണം. അല്ലാത്തവർ സഹകരിക്കണം. അവർക്കുള്ള രേഖകൾ ഇവിടെ നിന്ന് നൽകും. അതിനുള്ള സംഘം ഇവിടെ എല്ലാം റെഡിയാണ്. ദയവായി സഹകരിക്കണം എന്നാണ് കേണൽ അടിപൊളിയായിട്ട് ഹൃദയസ്പർശിയായി പറയുന്നത്. Everybody will go out. Our team will go out. जब सब चले जाओगे और जब भी कोई एक आधा नहीं बचेगा तब भी हम लोग यही रहेंगे. Don't worry. Ships are lined up. Planes are lined up. आप यहाँ पर हो सकता है मेरे प्लेन आजकल में खाली जाए. That situation. So don't panic. Let's just make the priority list from today. And try to sort it out. How it is. Please cooperate with everybody. जो शाम की लिस्ट है, we'll try to take out as the community volunteers are saying, the women and the children, those who are sick. खाना पानी जो आपको तकलीफ थी, everything is going to get sorted out. We are here now and we'll take care of everything. Don't worry. टाइम लगेगा, आपके सपोर्ट से टाइम लगेगा, सब लोग एक साथ आओगे तो प्रॉब्लम आएगी. We are here, I am responsible, I am going to be with you here. Don't worry. രക്ഷപ്പെട്ടെത്തിയ ഇന്ത്യക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാവരും പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും നന്ദി പറയുന്നുണ്ട്. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് എല്ലാവരും. ഇന്ത്യ മാത്രമാണ് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയ രാജ്യമെന്നാണ് ഗൗരവ് ജെയിൻ എന്ന പ്രവാസി പറയുന്നത്. വികസിത രാജ്യങ്ങളെല്ലാം തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ് ആദ്യം തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയതത്ര. ഇന്ത്യയാണ് ജനങ്ങളെ കൊണ്ടുവന്നതെന്ന്. എന്നാൽ ഇന്ത്യ തങ്ങളുടെ പൗരന്മാരോട് വളരെ നീതി കാണിച്ചെന്നും ഗൗരവ് ജെയിൻ ഹിന്ദുസ്ഥാൻ ടൈംസിനോടൊക്കെ പറയുന്നു. ഇന്ത്യൻ സർക്കാർ വളരെ വേഗത്തിലാണ് ജനങ്ങളെ ഒഴിപ്പിക്കുന്നത്. ഇനിയും 1000ഓളം പേർ സുഡാനിലും ജിദ്ദയിലും ഉണ്ടെന്ന് മറ്റൊരു യാത്രികൻ മാധ്യമങ്ങളോട് പറയുന്നു. 150 लोग we'll try to list out. Don't fight, don't argue. किसी का genuine reason है, we'll accommodate you all. That is why we are here. Okay? जो अब तक चलता आ रहा था, बड़े सुबह वाली जो टीम है वो पहुंच गई है, रास्ते मिली थी. अभी आपको पता ही नहीं है कि कितने लोग पीछे खड़े हैं. आप लोग मतलब it's like there is going to be no waiting period for you all. This is our this thing. And it is not about, अगर आप लोग सपोर्ट नहीं कर रहे, going from here, जहां आपको ले जा रहे हैं, we want you to take you to India's fastest. So that is the aim. So please cooperate, please make the list, please give data. जब हम आपको एक बार बोलते हैं कि पासपोर्ट वाले ही आगे आइए, तो please cooperate with that. जिनके पास नहीं है, my team is here, we'll make your documents. Right now, we have got everything. Got it? So now we will facilitate everything. Just cooperate. Just some time लगेगा and be, patient with us. Thank you. Thank you. Thank you, sir. ഈ
ഈ ആഴ്ചയാണ് സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഓപ്പറേഷൻ കാവേരി തുടങ്ങിയത്. C-130J യുദ്ധവിമാനമാണ് ഇന്ത്യ റെസ്ക്യൂ ഓപ്പറേഷൻ ഉപയോഗിച്ചത്. INS സുമേധയും ഏപ്രിൽ 25 മുതൽ 500-ലേറെ ഇന്ത്യക്കാരെ ജിദ്ദയിൽ എത്തിച്ചു. യുദ്ധം ആരംഭിക്കുമ്പോൾ സുഡാനിൽ ഏകദേശം 3000-ഓളം ഇന്ത്യക്കാർ കുടുങ്ങിപ്പോയി ഉണ്ടായിരുന്നു എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സുഡാൻ ആർമിയും സുഡാനിലെ പാരാമിലിറ്ററി സംഘമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലാണ് ഏപ്രിൽ പകുതിയോടുകൂടി ഈ സംഘർഷം അടിപിടി യുദ്ധം ആരംഭിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത്, ആ കേണൽ കാണിക്കുന്നതൊക്കെയാണ് മക്കളെ ദേശസ്നേഹം. അത് കാണുമ്പോൾ നമുക്കും ഒരു രസമൊക്കെ തോന്നും. നമുക്കും തോന്നും വന്ദേ മാതരം എന്ന് വിളിക്കാനും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാനും. അദ്ദേഹം സംസാരിക്കുമ്പോൾ ആളുകൾ മനസ്സറിഞ്ഞാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സ്വയം ഉള്ളിൽ നിന്ന് വന്ന് സ്വന്തം വിളിക്കേണ്ടതാണ് രാജ്യസ്നേഹം എന്നാണ് പറയാനാണ് ഞാൻ. സുഡാനിൽ ആഭ്യന്തര കലാപം അതിഭീകരമാണ്. വാർത്ത അതാണ്, അതിഭീകരമായ സാഹചര്യമാണ്. മനോരമയോട് ഒരു യാത്രക്കാരൻ ജയേഷ് പറയുന്നത്, ദരിദ്ര രാജ്യമായാൽ തിന്നാനും പിടിച്ചുപറിയും മോഷണവും ഒക്കെ നടക്കുകയാണ്. ഹർത്താൽ പോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അടുത്തിടെയാണ് സൈന്യവും അർദ്ധ സൈനിക വിഭാഗവുമായിട്ടുള്ള ഈ സംഘർഷം അടിപിടി യുദ്ധം ആരംഭിക്കുന്നത്. അർദ്ധ സൈനിക വിഭാഗം ഹോട്ടലിൽ വരെ ആക്രമണം നടത്തി. അർദ്ധ സൈനിക വിഭാഗത്തിന്റെ വെടികൊണ്ട ആൾ ഹോട്ടലിലേക്ക് ഓടിക്കയറിയതിന് പിന്നാലെയാണ് അവർ ഹോട്ടലിലേക്കൊക്കെ പിന്നാലെ ഇരച്ചു കയറി. സൈന്യം ഭക്ഷണവും വെള്ളവും എല്ലാം എടുത്തുകൊണ്ടു പോകുന്ന കാഴ്ചയുണ്ടായി. അടുത്തുള്ള ജ്വല്ലറികളും കടകളും കൊള്ളയടിച്ചു. സൂപ്പർ മാർക്കറ്റ് കൊള്ളയടിച്ച ശേഷം കത്തിച്ചു കളഞ്ഞു. ഹോട്ടലിലെ സുഡാനി ജീവനക്കാർ അർദ്ധ സൈനികരുമായി സംസാരിച്ചതിനാൽ ദേഹോപദ്രവമൊന്നും ഏൽപ്പിച്ചില്ല. മിക്ക ദിവസവും വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ജനറേറ്റർ ഉപയോഗിച്ചാണ് ഭക്ഷണം പോലും പാകം ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണ സാധനങ്ങൾ തീരാറായതും സംഘർഷം വ്യാപിച്ചതുമാണ് നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിച്ചത്. സന്ദർശകരും ജോലിക്കാരും ഒക്കെ അടക്കം 22 ഇന്ത്യക്കാരാണ് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇന്ത്യൻ എംബസിയെ ഇവർ അറിയിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ എംബസിയെ അറിയിച്ചു കഴിഞ്ഞിട്ട് പോർട്ട് സുഡാനിലേക്ക് എത്താനുള്ള വാഹനത്തിന്റെ പണം നൽകാമെന്ന് അറിയിച്ചപ്പോൾ എംബസി വാഹനം ഏർപ്പാടാക്കുന്നു. ഇന്ത്യൻ വ്യോമസേന പോർട്ട് സുഡാനിൽ നിന്ന് സൗദിയിലെ ജിദ്ദയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് നാട്ടിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നോർക്കയും ഒക്കെ സംയുക്തമായിട്ട് നോക്കി എന്നൊക്കെയാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിലെത്തിയപ്പോൾ കേരള ഹൗസിൽ താമസവും ഭക്ഷണവും ഒരുക്കി. പിന്നീട് അവനവന്റെ നാട്ടിലേക്കുള്ള കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് കൊടുത്തു. കൊച്ചിയിലെത്തിയപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള വാഹനം ഏർപ്പാടാക്കി. സമാധാനമായി വീട്ടിലെത്തി. ജോലി ചെയ്തു വന്ന ഹോട്ടലിന്റെ ഉടമസ്ഥന്റെ പേരിലുള്ള 2 ഹോട്ടലുകളും ആക്രമിക്കപ്പെട്ടതായിട്ടാണ് ജയേഷ് മനോരമയോട് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുഡാനിലേക്ക് തിരികെ പോകാനൊന്നും കഴിയാത്തൊരു സാഹചര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. 200ഓളം മലയാളികളാണ് സുഡാനിൽ മൊത്തമുള്ളതെന്നാണ് കണക്കുകൾ. സുഡാനിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷമാണ്. എന്തായാലും ഇന്ത്യക്കാരൊക്കെ സുരക്ഷിതരായി തിരിച്ചെത്തിയതിൽ വലിയ സന്തോഷവും സമാധാനവും